ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇവിടെ ഇപ്പോൾ ഈ 409 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാവിധി അത് കീഴ്ക്കോടതിക്ക് വിധിക്കാൻ സാധിക്കാത്ത ഇതെന്താണ് അതിന്റെ സങ്കീർണത എന്താണ്? പക്ഷേ അത് 409 എന്ന് പറയുന്നത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അത്തരം കുറ്റങ്ങൾ ചുമത്തുന്ന കുറ്റപത്രങ്ങളിൽ വിചാരണ സാധാരണഗതിയിൽ നടക്കുന്നത് സെഷൻസ് കോടതികളിലാണ്. അപ്പോൾ ഈ കേസിൽ നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ മജിസ്ട്രേറ്റ് കോടതിക്ക് വിചാരണ നടത്തി പൂർത്തിയാക്കാവുന്നതായിരുന്നു. ആദ്യം ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് അതിന്റെ കേസിന്റെ ജൂറിസ്ഡിക്ഷനുള്ള വഞ്ചൂർ കോടതിയിലായിരുന്നു. പക്ഷേ പിന്നീട് ഈ അതേ വഞ്ചൂർ ബാറിലെ അഭിഭാഷകനാണ് ആന്റണി രാജു എന്നതുകൊണ്ടാണ് പിന്നീട് ഇത് നീതിയുക്തമായ വിചാരണ നടക്കാൻ വേണ്ടി നെടുമങ്ങാട് കോടതിയിലേക്ക് ഈ കേസ് മാറ്റിയത്. പിന്നീട് നെടുമങ്ങാട് കോടതിയിൽ ഇതിന്റെ വിചാരണ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണതകൾ വിചാരണ കോടതി നടത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ പ്രതിയായ ആന്റണി രാജു ഹാജരായില്ല. അങ്ങനെ 22 തവണ ഈ കേസ് പ്രതി ഹാജരാകാത്തത് മൂലം മാറ്റിവെക്കേണ്ടി വന്നു. അതിനിടയിൽ ആന്റണി രാജു ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് റദ്ദാക്കാൻ വേണ്ടി പോയി. അപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഈ കേസിൽ കൃത്യമായ വിചാരണ പൂർത്തിയാക്കണം. മാത്രമല്ല അന്ന് ആന്റണി രാജുവിന്റെ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, കഴിഞ്ഞ വർഷം പറഞ്ഞത്, 1 വർഷത്തിനുള്ളിൽ ഈ വിചാരണ പൂർത്തിയാക്കി വിധി പറയണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ വിചാരണ ആരംഭിച്ചത്. ആ വിചാരണ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു അപ്പീൽ കൂടി, ഒരു ഹർജി കൂടി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഈ കേസിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പര്യാപ്തമല്ല, അതിൽ 409 വകുപ്പ് കൂടി ചേർക്കണം, IPC എന്നുള്ള ഒരു അപേക്ഷ കൂടി വരുന്നത്. അത് ഹൈക്കോടതി പരിഗണിച്ച് കേസിന്റെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ പരിശോധിച്ച ഹൈക്കോടതി അതും കൂടി ചുമത്താൻ പറഞ്ഞു. അങ്ങനെ വിചാരണ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ 409 വകുപ്പ് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത്. അതിനുശേഷം അതിലുള്ള വാദപ്രതിവാദങ്ങൾ കൂടി നടന്ന ശേഷമാണ് ആ കുറ്റം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതി തന്നെ പറയുന്നു കീഴ്ക്കോടതിക്ക് ശിക്ഷ വിധിക്കാൻ പറ്റാത്ത വകുപ്പാണത്. അതുകൊണ്ട് അതിലെന്താണ് തീരുമാനം എന്നുള്ളത് മജിസ്ട്രേറ്റ് കോടതിയാണ് പറയേണ്ടത്. അതിന് പുതിയതായി ആ 409 വകുപ്പ് പ്രകാരമുള്ള വിചാരണ നേരിടണമോ സെഷൻസ് കോടതിയിൽ, അതല്ല ഈ മജിസ്ട്രേറ്റ് കോടതി തന്നെ ശിക്ഷ വിധിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അക്ഷയ. ഈ നിയമ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖയായ അഭിഭാഷകയുടെ ജൂനിയറായിട്ട് ആണ് ആന്റണി രാജു ഉണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ കാണിച്ച ഒരു മഹാകൃത്രിമത്വമാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്തെല്ലാം കൃത്രിമത്വം കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, അന്ന് കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ കേസുകളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോർ സർവലി എന്ന മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ. അയാളുടെ അടിവസ്ത്രത്തിൽ നിന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നത്, ഹാഷിഷ് പിടിച്ചെടുക്കുന്നത്, 61 ഗ്രാം ഹാഷിഷ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പ്രധാന തൊണ്ടിമുതൽ എന്ന് പറയുന്നതായിരുന്നു ആ അടിവസ്ത്രം. ആ അടിവസ്ത്രം കൃത്രിമം നടത്തിയാൽ അത് മേൽക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ ഗുണം ചെയ്യും എന്ന് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ കോടതി ജീവനക്കാരനുമായി ഗൂഢാലോചന നടത്തുകയും ആ ഗൂഢാലോചനയാണ് 120B ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ആ സമയത്തുള്ള 94ലാണ് ഈ പിന്നീട് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ കോടതിയിൽ തന്നെയുള്ള കോടതിയുടെ കസ്റ്റഡിയിലുള്ള അടിവസ്ത്രം ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആന്റണി രാജുവും ജോസും ചേർന്ന് പോൾ എന്നുള്ള ബന്ധുവിനെ ഇറക്കിക്കൊണ്ട് ഇത് തിരികെ വാങ്ങുന്നത്. അത് എങ്ങനെയാണ് ഈ അടിവസ്ത്രം, തൊണ്ടിമുതലാകുന്ന അടിവസ്ത്രം ഇവർക്ക് കിട്ടുന്നത്? പിന്നീട് ഈ രേഖയാണല്ലോ തെളിവാവുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇവർ പുറത്തൊരാൾക്ക് അല്ലെങ്കിൽ അഭിഭാഷകന് ഈ അടിവസ്ത്രം വാങ്ങാൻ സാധിക്കുക? എങ്ങനെയാണ് അനുമതി നൽകുന്ന കോടതി? അത് എങ്ങനെയായിരുന്നു? ഈ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ആൻഡ്രൂ സാൽവദോർ സർവലിയെ കോടതി 10 വർഷം ശിക്ഷ വിധിച്ചു. അതിനുശേഷം ഇയാളുടെ ശിക്ഷ വിധി കഴിഞ്ഞപ്പോൾ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ഇയാളുടെ വ്യക്തിപരമായ സാധനങ്ങൾ എന്ന പേരിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ പേരിൽ പ്രധാന തൊണ്ടി മുതലായ, അപ്പോൾ അയാളുടെ വ്യക്തിപരമായ വസ്തുക്കൾ, അന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന വസ്തുക്കൾ, കേസിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാനപ്പെട്ട അയാളുടെ വസ്തുക്കൾ തിരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി എടുത്തു കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ പുറത്തേക്കെടുക്കാനുള്ള വഴിയായിരുന്നു ഈ വ്യക്തിപരമായ കാര്യങ്ങളുടെ കൂടെ അടിവസ്ത്രം കൊടുത്തത്. പക്ഷേ അത് കൊണ്ടുപോയി കൃത്രിമത്വം വരുത്തി അത് തിരിച്ച് കോടതിയിൽ തന്നെ സൂക്ഷിക്കേണ്ട വസ്തുവാണ്. പ്രധാനപ്പെട്ട തൊണ്ടി മുതലാണ്. മേൽക്കോടതിയിൽ അപ്പീലൊക്കെ പോകുമ്പോൾ പോലീസിന് പ്രോസിക്യൂഷൻ അത് ഹാജരാക്കേണ്ട തെളിവ് കൂടിയാണ്. അപ്പോൾ അത് ആ ഒരു സാധ്യത ഉപയോഗിച്ചാണ് അന്നത് പുറത്തെടുത്ത് അത് ചെറുതാക്കി വീണ്ടും തിരിച്ചേൽപ്പിച്ചത്. പക്ഷേ അതിനകത്ത് ആന്റണി രാജുവിന് കുരുക്കായത് ഈ തൊണ്ടിമുതൽ ഏറ്റെടുക്കുമ്പോൾ, തൊണ്ടിമുതലല്ല, അതിനകത്ത് വ്യക്തിപരമായ സാധനങ്ങൾ ഏറ്റെടുത്തു എന്ന് തൊണ്ടി രജിസ്റ്ററിൽ ഈ ലിസ്റ്റ് എഴുതി ഒപ്പിടുമ്പോൾ അത് സ്വന്തം കൈപ്പടയിൽ തന്നെ ആന്റണി രാജു എഴുതി എന്നുള്ളതാണ്. അതിനകത്ത് ഈ അടിവസ്ത്രവും രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൈവശം ആന്റണി രാജു വാങ്ങി എന്നുള്ളതിന് ഒരു രേഖാമൂലം തെളിവ് അവിടെ സംഭവിച്ചു. അത് ഫോറൻസിക് പരിശോധനയിൽ ആന്റണി രാജുവിന്റെ കൈയക്ഷരമാണെന്ന് തെളിഞ്ഞിടത്താണ് അത് ആന്റണി രാജുവിന് കുരുക്കായി മാറിയത്. അക്ഷയ.
തീർച്ചയായിട്ടും. അതായത് ആന്റണി രാജു തന്നെ ഒപ്പിട്ട് നൽകിയ, എഴുതി നൽകിയിട്ടുള്ള രേഖയാണ് പിന്നീട് ആന്റണി രാജുവിന് തന്നെ ഈ കേസിൽ വില്ലനായി എത്തുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് ഈ തൊണ്ടിമുതൽ കേസിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള CK ജയമോഹൻ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ഇതിൽ വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു.